അയാളുടെ മനോസഞ്ചാരം എത്ര എത്ര കൃത്യതയോടുകൂടി ക്ഷമയോടുകൂടിയാണ് പുരോഗമിച്ചത്. അതിലെ അത്ഭുതമാണ് ഈ ജനം ഇപ്പോൾ കൂറുന്നത്. കാരണം എങ്ങനെയാണ് ഒരാൾക്ക്, ഒരു കൈ ഇല്ലാത്ത ഒരാൾക്ക് അതൊക്കെ അത്ര കൃത്യതയോടുകൂടി ചെയ്യാനാകുന്നത് എന്നൊരു അത്ഭുതം. രണ്ട്, അയാളുടെ മനോനില കൃത്യമാക്കി മാസങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്ത് നീങ്ങുന്ന ഒരു രീതി, അതൊക്കെ എങ്ങനെ സാധ്യമാകുമെന്നതാണ് ചോദിക്കുന്നത്. അതിനെ മനഃശാസ്ത്രപരമായി അപഗ്രഥിക്കാനാകുമോ ഡോക്ടർ? പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് പുള്ളിയുടെ ഒരു സൈക്കാട്രിയിലുള്ള പുള്ളിയുടെ ഡയഗ്നോസ് എന്ന് പറയുന്നത്. സൈക്കോപതിക് മൈൻഡ് ആയിട്ടുള്ള ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ സാധാരണഗതിയിൽ ഒരു തരത്തിലും മെച്ചപ്പെടാൻ സാധ്യതയില്ലാത്ത സൈക്കോപതിക് മൈൻഡുള്ള, ക്രിമിനൽ മൈൻഡുള്ള ഒരു പ്രത്യേകതയാണ്. ഈ സൈക്കോപതിക് അല്ലെങ്കിൽ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള കൂട്ടരിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് ഭയങ്കര മസിൽ മാൻമാരായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവർക്ക് ബുദ്ധി കുറവായിരിക്കും. പക്ഷെ ലീൻ തിന്നായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവർക്ക് ബുദ്ധിശേഷി കൂടുതലായിരിക്കും. അപ്പോൾ അവര് ബുദ്ധിശേഷി കൂടുതലായതുകൊണ്ട് അവർക്ക് എല്ലാ തരത്തിലുള്ള ക്രിമിനൽ മൈൻഡിലാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ നടിയെ ആക്രമിച്ച കേസിൽ പോലും ക്രിമിനൽ മൈൻഡാണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ടിയുടെ ക്രിമിനൽ മൈൻഡാണ് വ്യക്തമാകുന്നത്. ക്രിമിനൽ മൈൻഡ് വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള ക്രിമിനൽ മൈൻഡ്. അപ്പോൾ അത് കാലങ്ങളോളം എടുത്ത് പഠിച്ച് അതിനനുസരിച്ചിട്ടുള്ള ക്രൈം നടത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് അയാളുടെ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ സൈക്കോപതിക് മൈൻഡായിട്ടുള്ള ആൾക്കാരെയൊക്കെ ജയിലിൽ കിടത്തുമ്പോൾ ഈ പോലീസുകാര് ഡബിളി എൻഷുർ ചെയ്യേണ്ടതുണ്ട്. അവരുടെ ക്രിമിനൽ മൈൻഡ് സാധാരണ ആർക്കും കഴിയാത്ത രീതിയിലുള്ള ക്രിമിനൽ മൈൻഡ് ആലോചിച്ച് ഉറപ്പിച്ച് പ്ലാൻ ചെയ്ത് ദീർഘനാള് വളരെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ച് അതിന് എത്ര സമയം എടുത്താലും കുഴപ്പമില്ല, അത്രയും സമയം എടുത്ത് നിരീക്ഷിച്ച് അങ്ങനത്തെ രീതിയിലുള്ള ക്രിമിനൽ മൈൻഡുള്ള സൈക്കോപതിക് മൈൻഡുള്ള ഒരാളിനെ ജയിലിൽ കിടത്തുമ്പോൾ ഡബിളി നമ്മൾ എൻഷുർ ആക്കേണ്ടതുണ്ട് ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചിട്ട്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് അയാളെ സംബന്ധിച്ച് അയാൾക്ക് ഒരു ലക്ഷ്യമുണ്ട്, ജയിൽ ചാടണം. അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അയാൾ ശ്രദ്ധിക്കുന്നു, നോക്കുന്നു. അതിനനുസരിച്ച് കാലങ്ങളോളം എടുത്ത്, വളരെ ക്ഷമയാണ് അവർ, കാലങ്ങളെടുത്ത് അവർ അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ് നടത്തി പുള്ളി അതിൽ രക്ഷപ്പെട്ട് സക്സീഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പോലീസ് എന്തായാലും പിടിച്ചു. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള കുറ്റവാളികളെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ ബുദ്ധി എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരുടെ ബുദ്ധിയേക്കാൾ കൂടുതലായിട്ടുള്ള ബുദ്ധിശേഷി ആയിരിക്കും. പക്ഷെ അവരുടെ ഒരു ബുദ്ധി ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നത് ക്രിമിനൽ മൈൻഡിലോട്ടാണ് അവരുടെ ബുദ്ധി ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് നല്ല ബുദ്ധിശേഷി ഉള്ളത് കൊണ്ടാണ്, ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് അത് ചെയ്യാൻ കഴിയുന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കുറ്റവാസനയിൽ ഏർപ്പെടുന്ന ആൾക്കാര് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണെന്നുള്ളതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഈ അവിടുത്തെ പോലീസുകാരുടെ ശ്രദ്ധക്കുറവുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും. ഇനി ആരെങ്കിലും പുള്ളിയെ സഹായിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കേണ്ടി വരും. അത് കാരണം പോലീസുകാരുടെ ഇടയിലും സൈക്കോപതിക് മൈൻഡുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് പിന്നെ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതും കൂടെയൊക്കെ പോലീസ് തീർച്ചയായും അതിൻ്റെ അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. മാത്രമല്ല ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്, അതിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്.